Hi everyone. Today we will be studying Gauss quadrature method. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ്റെ ട്രപ്പീസോയിഡൽ റൂളും സിംപ്സൺ റൂളും പഠിച്ചു. പിന്നെ അതിൻ്റെ തന്നെ അണ്ടറിൽ വരുന്നതാണ് ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈക്വൽ ഇൻ്റർവെൽസും അത് റിലേറ്റഡ് ഇൻ്റർവെൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതും അതിൽ വരുന്ന വാല്യൂസും കോയിഫിഷ്യൻസിനൊക്കെ നമ്മൾ വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡ്. We have already seen using the Newton-Cotes formula that trapezoidal rule or the Simpson rule will be ranging between a value a comma b, that is a open interval. അപ്പോൾ അവിടെ നമ്മുടെ ഇൻ്റർവെല്ലിൽ നമ്മൾ എടുക്കുന്ന ഓരോ പോയിൻറ്റ്സും ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എക്സ് വാല്യൂസ് എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഈ ഗോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഒരു പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പൊസിഷൻസിൻ്റെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വെയ്റ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒപ്റ്റിമൈസേഷൻ നടത്തി. അങ്ങനെയാണ് നമുക്ക് n പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എക്സ് ഐ ആൻഡ് n വെയ്റ്റ്സ് ദാറ്റ് ഇസ് WI വേരിയബിൾ വി ക്യാൻ മേക്ക് ദ ഫോർമുല എക്സാക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഫോർ പോളിനോമൽസ് വിത്ത് 2n കോയിഫിഷ്യൻസ്. അപ്പോൾ ഹയർ പോയിൻറ്റ്സ് വരുമ്പോൾ ഹയർ 2n കോയിഫിഷ്യൻസ് ഒക്കെ വരുമ്പം അത് സാധാരണ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ഡിഗ്രി ചെറിയ 2n - 1 കുറവുള്ള ഡിഗ്രീസിനാണ് നമ്മൾ ട്രപ്പീസോയിഡൽ റൂളും സിംപ്സൺ റൂളൊക്കെ ചെയ്തത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ കോയിഫിഷ്യൻസ് വരുമ്പോഴാണ് നമ്മൾ ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഐഡിയനാണ് ഗോസ് ലെജൻഡറി ക്വാഡ്രേച്ചർ ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലി ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡ് എന്നും പറയും. ഇതൊരു ഓപ്പൺ ക്വാഡ്രേച്ചർ ഫോർമുലയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂസ് n പോയിൻറ്റ്സിലുള്ള ഫംഗ്ഷൻസ് വാല്യൂ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഇൻ്റർവെൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫംഗ്ഷൻ വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ന്യൂമറിക്കൽ അനാലിസിസിൽ വെച്ച് നമ്മൾ ഫോളോ ചെയ്യുമ്പം ക്വാഡ്രേച്ചർ റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുമ്പം അതിൻ്റെ ഒരു അപ്രോക്സിമേഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ വി ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റഡ് സം ഓഫ് ഫംഗ്ഷൻ വാല്യൂസ് അറ്റ് സ്പെസിഫൈഡ് പോയിൻറ്റ്സ് വിത്തിൻ ദ ഡൊമൈൻ ഓഫ് ദ ഇൻ്റഗ്രേഷൻ. ഓരോ ഫംഗ്ഷൻ്റെയും വെയ്റ്റഡ് സം ഓഫ് ഫംഗ്ഷനാണ് കാണുക. അതിൻ്റെ കൂടെ ഓരോന്നും കോയിഫിഷ്യൻസ് ഉണ്ടാവും. ആ കോയിഫിഷ്യൻസ് എന്താ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പോയിൻറ്റ്സ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ആ പോയിൻറ്റ്സ് അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷനും നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഫംഗ്ഷൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മളെ മെത്തേഡ് കൺസ്ട്രെയിൻഡ് ആവുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് 1 പോയിൻറ്റ് ഗോസിയൻ ക്വാഡ്രേച്ചർ റൂൾ ഉണ്ട്, 2 പോയിൻ്റ് ഉണ്ട്, 3 പോയിൻ്റ് ഉണ്ട്, അതുപോലെ ഹയർ ഓർഡേഴ്സും ഉണ്ട്. അപ്പോൾ ഒരു ജനറൽ n പോയിൻറ്റ് ഗോസിയൻ ക്വാഡ്രേച്ചർ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിനോമിൽ ഓഫ് ഡിഗ്രി 2n - 1 അല്ലെങ്കിൽ അതിൻ്റെ കുറഞ്ഞിട്ടുള്ള പോളിനോമിൽസ് വെച്ചിട്ട് നമുക്ക് എക്സ് വാല്യൂസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് വെയ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൊമൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ കൺവെൻഷനലി -1 to 1 ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1 ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉണ്ടാകുമ്പോഴാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. നോർമൽ ബ്രാക്കറ്റ് ഉണ്ടാകുമ്പോൾ ദാറ്റ് ഇസ് ഓപ്പൺ ഇൻ്റർവെൽ. ഇവിടെ നമ്മൾ ഇതൊക്കെ ഓപ്പൺ ഇൻ്റർവെല്ലിലാണ്. എയും ബിയും ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നുള്ള രീതിയിലാണ് ഈ ബ്രാക്കറ്റ്സ് വരുന്നത്. ബട്ട് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഇവർ ഇൻക്ലൂഡഡ് ആണ്. സോ വി കൺസിഡർ -1 to 1 ആസ് ദ ഇൻ്റർവെൽ. അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ റൂള് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിന് പുറമെ വേറെ ഏത് ഇൻ്റർവെൽ വന്നാലും നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരണം. ഇതിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഇൻ്റഗ്രൽ സ്റ്റാർട്ട്സ് ഫ്രം -1 to 1 f of x dx is equal to the summation from I equal 0 to n wi into f of xi. അപ്പോൾ ഓരോ എക്സ് ഐ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ എക്സ് ഐ വെച്ച് നമ്മൾ f of x വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ദ വെയ്റ്റ്സ് വിത്ത് ദാറ്റ് ഫംഗ്ഷൻ അത് അത്രയും ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ കറക്റ്റായിട്ട് ക്വാഡ്രേച്ചർ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സിംഗിൾ പോയിന്റ് വരുമ്പോൾ എങ്ങനെയാണ്, 2 പോയിന്റ് വരുമ്പോൾ എങ്ങനെ, അങ്ങനെ നമുക്ക് കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് വി മൂവ് ഓൺ ടു 2 പോയിന്റ് ഗോസിയൻ ക്വാഡ്രേച്ചർ റൂൾ. അപ്പോൾ നമുക്ക് അറിയുന്ന ട്രപ്പീസോയിഡൽ റൂൾ വെച്ചിട്ട് നമ്മൾ അൺഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറേ കോയിഫിഷ്യൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ a to b f of x dx is equivalent to c1 f of a plus c2 f of b. അപ്പോൾ c1നെ b - a/2 f of a എന്നും c2നെ b - 2 then f of b എന്നും പറഞ്ഞാൽ റീപ്ലേസ് ചെയ്തിട്ടാണ് ഉള്ളത്. കാരണം നമ്മളവിടെ b - a/2 ആണല്ലോ നമ്മുടെ h എന്ന് പറയുന്ന ആ ഒരു ടേം. ഓക്കെ, അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ 2 പോയിന്റ് ഗോസ് ക്വാഡ്രേച്ചർ റൂൾ എന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ റൂൾ അപ്രോക്സിമേഷൻ ഒരു എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ a ആൻഡ് b എന്ന് പറഞ്ഞ വാല്യൂസ് ആദ്യമേ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. പക്ഷേ x1 ആൻഡ് x2 എന്ന് പറയുന്ന പോയിന്റ്സ് ആണ് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ 2 ഗോസ് ക്വാഡ്രേച്ചർ റൂളിൽ വരുന്ന ഇൻ്റഗ്രേഷൻ പർപ്പസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഇസ് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സ്റ്റാർട്ട്സ് ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു C1 എഫ് ഓഫ് x1 പ്ലസ് C2 എഫ് ഓഫ് x2. അപ്പോൾ ഇത് 2 പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് C1 എഫ് ഓഫ് x1 ഒരെണ്ണം, C2 എഫ് ഓഫ് x2 രണ്ടെണ്ണം, അങ്ങനെയാണ് 2 പോയിൻ്റ് എന്ന് വരുന്നത്. ഇനി 3 പോയിൻ്റ് വരുമ്പം C1 C2 C3 വരും. അതിനനുസരിച്ച് കൂടുതൽ ഹയർ ഓർഡേഴ്സ് വരുമ്പം അതനുസരിച്ച് C1 C2. അപ്പോൾ ഓരോ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ യു ഷുഡ് കൺസിഡർ ദിസ് C1 C2 എക്സെട്ര. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു കേസ് വരെ നമുക്ക് 4 അൺനോൺസ് ആണുള്ളത്, അതായത് x1 x2 C1 C2. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഫോർമുല അസൈൻ ചെയ്തിട്ട് വേണം, നമ്മളൊരു ഫോർമുല അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ ആ അത്രയും അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അത്രയും ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജനറൽ തേർഡ് ഓർഡർ പോളിനോമിയൽ അസ്യൂം ചെയ്യണം. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³. ഇതാണ് ഒരു ജനറൽ തേർഡ് ഓർഡർ പോളിനോമിയൽ. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് നമ്മൾ ഓരോ a0 a1 എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, അതൊക്കെ പുറത്തെടുത്തിട്ട് 1 dx ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 1 dx ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്, എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x³ 3 ആണ്, x³ ഇൻ്റഗ്രൽ x⁴/4 ആണ്. ഈ പറയുന്ന ഇത്രയും കാര്യത്തിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിന് പകരം, പിന്നെ ആദ്യം ബി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അങ്ങനെയാണല്ലോ. സോ ആദ്യം ബി പിന്നെ എ വെച്ച്, അപ്പോൾ അത് എല്ലാ കോൺസ്റ്റൻസും കോയിഫിഷ്യൻറ്റും നമ്മൾ കോമൺ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിനി അതിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത തേർഡ് ഓർഡർ പോളിനോമിയൽ. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ എഫ് ഓഫ് എക്സ് ഹിയർ. ആ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ C1 എഫ് ഓഫ് എക്സ് പ്ലസ് C2 എഫ് ഓഫ് എക്സ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മൾ ഇക്വേഷനും കൂടി നമ്മൾ രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ആ ഇക്വേഷൻ ഇതാണ്. സോ വി ആർ ഇക്വേറ്റിംഗ് ദ ഇക്വേഷൻസ് ദ പ്രീവിയസ് ടു എക്സ്പ്രഷൻ yields. ഇവിടെ എന്താണ് കിട്ടിയത് അതും നമ്മൾ ഇതും കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വി ഹാവ് ദ പോളിനോമിയൽ ഇക്വേഷൻസ് ഹിയർ ആൻഡ് നമ്മൾ അതനുസരിച്ച് C1 C2 ഒരുമിച്ചെടുക്കുകയാണ്. a0 കോമൺ ആണല്ലോ, അപ്പോൾ a0 കോമൺ എടുത്തു, C1 C2 ആഡ് ചെയ്തു, പിന്നെ a1 കോമൺ എടുത്തു, x1 x2 അങ്ങനത്തെ ടേംസ് അങ്ങനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം C1 C2 ആണ് ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം വരുന്നത് C1x പ്ലസ് C2x2, മൂന്നാമത്തത് C1x² പ്ലസ് C2x², നാലാമത്തത് C1x1³ പ്ലസ് C2x2³. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ ചേഞ്ച് വരുന്നുണ്ട്. ആദ്യം സിംഗിൾ എക്സ് വാല്യൂസ് ഇല്ല, പിന്നെ എക്സ് വാല്യൂസ് വന്നു, പിന്നെ എക്സിൻ്റെ സ്ക്വയർ വന്നു, പിന്നെ ക്യൂബിക് വാല്യൂ വന്നു. അങ്ങനെയാണ് ഒരു തേർഡ് ഓർഡർ പോളിനോമിയൽ നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് a0 a1 a2 a3 എന്ന് പറഞ്ഞ ആർബിറ്ററീസ് ഉണ്ട്. അപ്പോൾ അതിനും നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ വി ഹാവ് കൺസിഡേർഡ് ദാറ്റ് C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു b മൈനസ് a. നമ്മൾ ഈ ഒരു സാധനവും ഈ ലാസ്റ്റത്തെ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ C1 പ്ലസ് C2 എന്ന് പറയുന്നത് b മൈനസ് a ആവും, ഈ C1x1 പ്ലസ് C2x എന്ന് പറയുന്നത് ഇതാവും, ദെൻ ഈ സംഭവം എന്ന് പറയുന്നത് ക്യൂബിക് ആവും, ഈ സംഭവം എന്ന് പറഞ്ഞാൽ raised to 4 ആവും. അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ a0 a1 a2 a3 എന്ന് പറഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റൻസ് അത് ആർബിട്രറി കോൺസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ C1 C2ൻ്റെ ഒക്കെ വാല്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് പ്രീവിയസ് ആയിട്ട് 4 സൈമൾട്ടേനിയസ് നോൺ ലീനിയർ ഇക്വേഷൻസ് കിട്ടി. അപ്പം ഇവരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇങ്ങനെ C1 C2 നമുക്കിങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇത്രയും ഇക്വേഷൻസ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഹിയർ യു ഹാവ് x1 എന്ന് മാത്രം നമ്മൾ എടുക്കുമ്പം x1 കിട്ടുന്ന ഇക്വേഷനാണിത്, x2 മാത്രം എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഇക്വേഷനാണിത്, C1 എടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണിത്, C2 എടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ്. ഇതിൽ നിന്ന് നമ്മൾ C1 C2 ഇതിൽ നിന്നും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് കിട്ടിയ ഇക്വേഷനാണിത്. സോ ആക്സെപ്റ്റബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ x1 x2 C1 C2 എന്ന് പറയുന്ന 4 കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1/√3 എന്നുള്ളൊരു ടേം കാണാം. ഇവിടെ അത് നെഗറ്റീവ് ടേമാണ്, ബട്ട് ഇവിടെ അത് പോസിറ്റീവ് ടേമാണ്. സോ അതനുസരിച്ച് ആ 1/√3 അത്രയും വാല്യൂ ഉണ്ട് വെൻ വി ആർ റീഅറേഞ്ചിങ് ദിസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ഗോഷ്യൻ ക്വാഡ്രേച്ചർ റൂൾ നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് സൊല്യൂഷൻ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ആ 1/√3 എന്നുള്ള ടേം ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആയിട്ട് വരുന്നത്. സോ നമ്മൾ C1 C2 നമുക്ക് ഓൾറെഡി അറിയാം b മൈനസ് a/2
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ x1 പകരം എഫ് ഓഫ് ആ x1 ഉള്ള ഫുൾ ടേം അവിടെ റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ x2 എന്ന് പറയുമ്പോൾ x2ൻ്റെ ഫുൾ ടേം അതിൻ്റെ ഉള്ളിൽ റീപ്ലേസ് ചെയ്തു. ഓക്കെ, സോ അത്രയാണ് 2 പോയിൻറ്റ് ഗോഷ്യൻ ക്വാഡ്രേച്ചറിൽ വരുന്ന ഫോർമുല. നെക്സ്റ്റ് ഇതിനേക്കാളും കൂടുതൽ വരുമ്പം ദാറ്റ് ഈസ് ഹയർ പോയിൻറ്റ് ഗോഷ്യൻ ക്വാഡ്രേച്ചർ ഫോർമുല. 2 പോയിൻറ്റിനേക്കാളും കൂടുതൽ വരുമ്പോഴാണ്, അതിനേക്കാളും കൂടുതൽ പോയിന്റ്സ് വരുമ്പോഴാണ് വി ഫോളോ ഓൺ ഹയർ പോയിൻറ്റ് ഗോഷ്യൻ ക്വാഡ്രേച്ചർ ഫോർമുല. ഹയർ പോയിന്റ് വരുമ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻസിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് അനുസരിച്ച് നമ്മൾ വെയിറ്റും കോയിഫിഷ്യൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതനുസരിച്ച് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ക്വാഡ്രേച്ചർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മുടെ ഇൻ്റഗ്രൽ a to b f of x dx is similar to, we are considering here 3 കോയിഫിഷ്യൻറ്റ് c1 c2 c3, അതുപോലെ തന്നെ f of x1 f of x2 f of x3. ഇത് മൂന്നും നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണ് വി സേ ദാറ്റ് ദിസ് ഇസ് എ 3 പോയിൻറ്റ് ഗോസ് ക്വാഡ്രേച്ചർ റൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ c1 c2 c3 കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ x1 x2 x3 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും എസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ 3 പോയിൻറ്റ് ഗോസ് ക്വാഡ്രേച്ചർ ഫോർമുലയ്ക്ക് നമ്മൾ ഫിഫ്ത്ത് ഓർഡർ പോളിനോമിലാണ് എക്സ്യൂം ചെയ്യുക. നേരത്തെ നമ്മൾ 2 പോയിൻറ്റിന് നമ്മൾ തേർഡ് ഓർഡർ പോളിനോമിലായിരുന്നു എസ്യൂം ചെയ്തത്. ഇവിടെ 3 പോയിൻറ്റ് ഗോസ് ക്വാഡ്രേച്ചർ നമ്മളിവിടെ ഫിഫ്ത്ത് ഓർഡർ പോളിനോമിലാണ് എസ്യൂം ചെയ്യുന്നത്. സോ അവർ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു a0 പ്ലസ് a1 x പ്ലസ് a2 x സ്ക്വയർ പ്ലസ് a ക്യൂബ് x ക്യൂബ് പ്ലസ് a4 x4 പ്ലസ് a5 x5. ഇത്രയാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ യൂഷ്വലി ഉള്ള പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ വാല്യൂസ് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഓരോ ഹയർ പോയിന്റ്സ് എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള പോളിനോമിൽ മാറും. അപ്പോൾ അതിന് വേണ്ടി ഒരു ജനറൽ ടേബിളാണ് ഇത്, ഒരു ഹാൻഡ് ബുക്ക് എന്ന് പറയും ഇതിന്. അതായത് പോയിന്റ് അനുസരിച്ച് വെയിറ്റിംഗ് ഫാക്ടേഴ്സ് എത്രയാണ്, ഫങ്ഷണൽ ആർഗ്യുമെൻറ്റ്സ് എത്രയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ -1 to 1 g of x dx എന്ന് പറയുന്നത് ci g of xi, നമ്മുടെ എഫിന് പകരം g കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ഇക്വേഷൻ നമ്മൾ പോയിന്റ് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഫാക്ടേഴ്സും ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സും കിട്ടും. അപ്പോൾ ഈ c1 c2 c3 അതിനെ വെയിറ്റിംഗ് ഫാക്ടേഴ്സ് എന്നാണ് പറയുക, വെയ്റ്റ്സ്. അതുപോലെ തന്നെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ആണ് x1 x2 x3. സോ ഓരോ പോയിന്റിനും അതനുസരിച്ചുള്ള വാല്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റിനാണെങ്കിൽ 2 പോയിൻറ്റ് ക്വാഡ്രേച്ചർ ഫോർമുലയാണെങ്കിൽ c1 c2 x1 x2 ഉണ്ട്. 3 പോയിന്റ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. 4 പോയിന്റ് ആണെങ്കിൽ 4 ഉണ്ട്. അപ്പം എവറി ടൈം നമ്മൾ പോളിനോമിൽ വെച്ച് അസ്യൂം ചെയ്തിട്ട് അത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര കുറച്ചധികം വലുതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് ആർഗ്യുമെൻറ്റ്സും വെയിറ്റിംഗ് ഫാക്ടേഴ്സും ഫോർ n പോയിൻറ്റ്സ് ക്വാഡ്രേച്ചർ ഫോർമുലാസ് കിട്ടുന്നത്. അപ്പോൾ യൂഷ്വലി 2 3 4 then 5 6 വരെയുള്ള എല്ലാ വെയിറ്റിംഗ് ഫാക്ടേഴ്സും ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് യൂഷ്വലി 2 or 3 അല്ലെങ്കിൽ മാക്സിമം 4 ചോദിക്കാറില്ല, 2 or 3 പോയിന്റ് വെച്ച് ചോദിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ഫാക്ടേഴ്സും ആർഗ്യുമെൻറ്റ്സും പഠിച്ചാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, സോ ഹിയർ നമുക്ക് തന്നിരിക്കുന്ന കാര്യം, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ടേബിളിൽ വി ആർ ഹാവിങ് ദി ഇൻ്റർവെൽ -1 to 1 g of x dx ആണ്. അപ്പം നമ്മൾ ഇതല്ലാണ്ട് ഒരു ഇൻ്റർവെല്ല് തന്നു, അതായത് a to b f of x dx. അപ്പോൾ എയും ബിയും -1 1 അല്ല, വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലാണെങ്കിൽ വി ഷുഡ് കൺവേർട്ട് ദാറ്റ് ലിമിറ്റ്സ് ഇൻ ടു -1 and 1. അങ്ങനെ ഒരു ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എന്നും ബി എന്ന് പറയുന്ന ഏത് ഇൻ്റർവെൽ ആയിക്കോട്ടെ, ആ ഇൻ്റർവെൽ ആദ്യം -1 1 ആണോ ചെക്ക് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ -1 1ലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ലൈനിൻ്റെ ഇക്വേഷനാണ് എടുത്തിരിക്കുന്നത്, ദാറ്റ് ഇസ് x = mt + c. സോ ഇവിടെ നമ്മൾ എക്സിന് എ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം, ഓക്കെ, സോ നമ്മൾ തന്നെ ആദ്യം അസ്യൂം ചെയ്യണം എക്സിന് എ എന്ന് കൊടുത്തു, അങ്ങനെ ഉണ്ടാകുമ്പോൾ t -1 ആണ്. ദെൻ എക്സിന് ബി എന്ന് കൊടുക്കുമ്പോൾ t 1 ആണ്. ദാറ്റ് ഈസ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ സച്ച് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് m = b - a/2. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച c1ൻ്റെ ഇക്വേഷനാണിത്, b - a/2. അപ്പോൾ അതിവിടെ എമ്മിനെ സാറ്റിസ്ഫൈ ചെയ്യാണ്. അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ നമ്മൾ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്, ദാറ്റ് ഇസ് t becomes -1 ആൻഡ് t becomes 1. അപ്പം നമ്മളിവിടെ ആദ്യം എക്സ് വെച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് എയും ബി ലിമിറ്റ് കിട്ടിയത്. ഇനി നമുക്ക് ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -1 to 1 എന്നുള്ള ലിമിറ്റ്സ് എടുക്കാം. സോ ദാറ്റ് ഇസ് ഹൗ വി കൺവേർട്ട് എക്സ് വാല്യൂസ് അണ്ടർ ദ ലിമിറ്റ് a to b to t വാല്യൂസ് അണ്ടർ ദ ലിമിറ്റ് -1 to 1. provided that the slope m is equal to b - a divided by 2. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കിനി c എന്ന് പറയുന്നത് b + a/2 കിട്ടും. എപ്പോൾ നമ്മൾ x എന്ന് പറയുന്ന വാല്യൂ b - a/2 ഇൻറ്റു t + b + a/2. അതുപോലെ തന്നെ dx നമ്മൾ കൺവേർട്ട് ചെയ്യും. നമ്മളിവിടെ x dxലാണ് ഉള്ളത്, അത് നമുക്ക് ഇൻ്റർവെല്ല് മാറ്റി -1 to 1 ആക്കണം. x dx അതുപോലെ t dt എന്നുള്ള രീതിയിലായിരിക്കണം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ
എക്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു, എന്നിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി എക്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡി ടി എന്നുള്ള രീതിയിൽ കിട്ടി. ഇനി ആ വാല്യൂ നമ്മൾ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ദ ഇൻ്റർവെൽ ഇസ് കൺവേർട്ടഡ് ടു -1 to 1 എഫ് ഓഫ് ഈ ഒരു എക്സ് വാല്യൂ ഇൻറ്റു ഡി എക്സിൻ്റെ കൂടെ പകരം ഡി ടി വരുന്നത്. ഇവിടെ ഡി ടി ആണ്, ഡി ടി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോഴാണ് ബാക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ് വെച്ച് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ടി ആയിരുന്നെങ്കിൽ ഇവിടെ ടിയും പിന്നെ ഇവിടെ ഡി ടിയും വരും. ഇവിടെ നമ്മൾ ടിക്ക് പകരം എക്സ് എന്ന് വെച്ച രീതിയിൽ തന്നെ കൊടുക്കുന്നത്, പ്രൊവൈഡഡ് വി ആർ ചേഞ്ചിങ് ദ ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ടി വേണമെന്നില്ല. ഇനി ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും ടി ഇവിടെയും ഡി ടി. ഇനി എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ഇവിടെയും ഡി എക്സ്. ഇനി അതല്ല ഏത് വേരിയബിൾ ആണെങ്കിലും ആ വേരിയബിളും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വരുന്ന രീതിയിൽ അവിടെ ആ സ്മോൾ ചേഞ്ച് ഓഫ് ദാറ്റ് എക്സ് എന്നുള്ള രീതിയിൽ ഡി എക്സ് എന്ന് കൊടുത്താൽ മതി. ബട്ട് ദ ഇൻ്റർവെൽ ഷുഡ് ബി -1 to 1. അങ്ങനെയാണ് നമ്മൾ ഈ ഫോമുലേനെ റീഅറേഞ്ച് ചെയ്യുന്നത്, ഇൻ്റർവെൽ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ഫോമുല എപ്പോഴും പഠിക്കുക. നമ്മൾ ഇൻ്റർവെൽ മാറുന്ന അനുസരിച്ച് ഈ ഫോമുല അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ. ഓക്കെ, സോ വി വിൽ ഹാവ് സം വൺ എക്സാമ്പിൾ. ഇത് സാധാരണ ഒരു എക്സാമ്പിളാണ്, ജസ്റ്റ് ഒരു എങ്ങനെയാണ് 1 point ഗോഷ്യൻ ക്വാഡ്രേച്ചർ റൂൾ വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം വി നോ ദാറ്റ് 1 point ഇസ് ഇൻ്റഗ്രൽ a to b f of x dx is similar to c1 f of x1. അപ്പോൾ നമ്മൾ c1 അറിയണം, x1 എന്താണെന്ന് അറിയണം, അതനുസരിച്ച് എഫിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇത് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാകുന്ന കേസിൽ നമ്മൾ 1 point എന്ന് വരുന്ന കേസിൽ നമ്മൾ 2 ഇൻ്റഗ്രൽ എടുക്കണം, അതായത് 1 dx എക്സ് ഡി എക്സും. ഇനി 2 point വരുമ്പോൾ നമ്മൾ 1 dx എടുക്കണം, എക്സ് ഡി എക്സ് എടുക്കണം, എക്സ് സ്ക്വയർ ഡി എക്സ് എടുക്കണം. 3 point വരുമ്പോൾ 1 dx എടുക്കണം, എക്സ് ഡി എക്സ് എടുക്കണം, എക്സ് സ്ക്വയർ ഡി എക്സ് എടുക്കണം, എക്സ് ക്യൂബ് ഡി എക്സും എടുക്കണം. So whatever be the number of points, we should take the integrals that is +1. Number of points +1 ആണ് നമ്മൾ ഇൻ്റഗ്രൽ എത്ര വേണമെന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 1 point ആണ് നമ്മുടെ ഗോഷ്യൻ ക്വാഡ്രേച്ചർ, ബട്ട് നമ്മൾ എടുത്തത് 2 ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ 1 ഇൻക്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻ്റഗ്രൽസ് എടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് അത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ 1 dx നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന് ബി യു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എക്സിന് ബി യു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഹാവ് b - a വിച്ച് ഇസ് ഈക്വൽ ടു c1. ഇനി അടുത്ത ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ഡി എക്സ് ആണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് സ്ക്വയർ ബൈ 2. ആ എക്സിന് ബി യു എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് b സ്ക്വയർ ബൈ 2 - a സ്ക്വയർ ബൈ 2. 2 കോമൺ ആയിട്ട് എടുത്തു, b സ്ക്വയർ - a സ്ക്വയർ ബൈ 2 വിച്ച് ക്യാൻ ബി ഇക്വേറ്റഡ് ടു c1 x1. ഇനി ഇതിന് നമുക്ക് c1 ഇവിടെ b - a എന്ന് കിട്ടി. ഇനി ഇതേ c1 നമുക്ക് ഇവിടുത്തെ c1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ c1 എന്ന് പറയുന്നത് b - a ഇൻറ്റു x1 ആവും. b - a നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് റിമെയിൻസ് ഇസ് b + a ബൈ 2. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി, നമുക്ക് c1 കിട്ടി, x1 കിട്ടി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? 1 point ഗോഷ്യൻ ക്വാഡ്രേച്ചർ റൂളിൻ്റെ ഇക്വേഷൻ c1 f of x1 ആയിരുന്നു. അപ്പോൾ c1ന് പകരം നമ്മൾ b - a ഇട്ടു. f of x1 പകരം നമുക്ക് ഇവിടെ b + a ബൈ 2 കിട്ടി. ഈ x1 എങ്ങനെയാണ് കിട്ടിയത്? ഈ c1ന് പകരം ഇവിടുത്തെ c1 കൊടുത്തു. റീപ്ലേസിങ് ദിസ് c1 ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ ബൈ ദ c1 ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ. സോ c1 is replaced by b - a. Hence it becomes b square minus a square by 2 is equal to b minus a into x1. അപ്പോൾ ആ b - a യും ഇവിടുത്തെ ഒരു b - a യും ക്യാൻസൽ ആവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം b സ്ക്വയർ - a സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? b - a ഇൻറ്റു b + a. അപ്പോൾ ഇവിടുത്തെ b - a യും ഇവിടുത്തെ b - a യും ക്യാൻസൽ ആവും. അങ്ങനെയാണ് b + a ബൈ 2 കിട്ടിയത്. So this is how we find out the 1 point Gauss quadrature rule ഫോർ 1 point. ഒരു പോയിന്റ് ഉണ്ടാവും, നമ്മൾ ഇൻ്റഗ്രൽ അതനുസരിച്ച് 2 എടുക്കണം. ഇതൊരു ചെറിയ സൊല്യൂഷനാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. സോ ഹിയർ ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ an integral -1 to 1 f of x dx, show that 2 point Gauss quadrature rule approximates to this particular value and we are given with c1, c2, x1, x2 എന്നുള്ള വാല്യൂസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 3 point ആണ് ഇവിടെ പറയുന്നത്, 2 point ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ n വാല്യൂസ് എടുക്കണം. ഓക്കെ, വി ആർ ടേക്കിംഗ് ദ 2 point Gauss quadrature. ബട്ട് ഇവിടെ സ്പെസിഫിക്കലി തന്നിട്ടുണ്ട് c1, x1, c2, x2 എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാക്റ്റ് വാല്യൂസ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് എടുക്കേണ്ടത്. ഓക്കെ,
ഇത് ഈ പ്രോബ്ലം അത്ര കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ലൈക്ക് വൈസ് ഇത് 2 പോയിന്റ് പറഞ്ഞിട്ട് അവർ x ക്യൂബ് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം നോക്കണ്ട. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. സോ ഹിയർ ഓൾസോ നമ്മൾ പറഞ്ഞത് തന്നെയാണ് 1 പോയിന്റ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അടുത്തൊരു പ്രോബ്ലം. ഓക്കെ, വാട്ട് വുഡ് ബി ദ ഫോർമുല ഫോർ ഇൻ്റഗ്രൽ a to b f of x dx is equal to c1 f of a plus c2 f of b. അപ്പോൾ ഇവിടെ നമുക്ക് എബവ് ഫോർമുല നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇവിടെ റീപ്ലേസ് ആവുന്നുണ്ടോ നോക്കണം. സോ എവറി ടൈം നമ്മൾ ഫോർമുല എടുക്കുമ്പോൾ വി ഹാവ് ദ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ്റഗ്രൽ വിൽ ബി എക്സ് ഡി എക്സ്, സെക്കൻഡ് ഇൻ്റഗ്രൽ വിൽ ബി എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ എക്സിന് ബിയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. പിന്നെ എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലൊരു വാല്യൂ കിട്ടും. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് C1 C2ൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ അതൊരു മെട്രിക്സ് രൂപത്തിൽ എഴുതി. ഓക്കെ, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി. അത് ജനറലൈസ് ചെയ്തപ്പോൾ വി ഗോട്ട് ലൈക്ക് ദിസ്. ഇനി ഈ ഫോർമുല വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ഇവാലുവേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ്റർവൽ ചേഞ്ചിങ് ഫ്രം 2 to 5. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ അത് ആ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് വി ഗെറ്റ് 46.5. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അതേ ഇക്വേഷൻ വെച്ചിട്ട് വീണ്ടും വേറെ ഒരു 3dx എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 3dx നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് c1 f of a പ്ലസ് c2 f of b. അപ്പോൾ ആ ഇക്വേഷൻ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഗെറ്റ് 10.35. പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ 3dx എന്ന് പറയുമ്പോൾ 3x ആണ്. 5ഉം 2ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വി ഗോട്ട് 9. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. നമ്മൾ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ വേരിയേഷൻ വരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ ചെയ്തത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് കറക്റ്റ്ലി എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നില്ല. Next question, we have used 2-point Gauss quadrature rule to approximate the rocket from t equal to a to t equal to 30 given this is the formula. അതുപോലെ തന്നെ ആബ്സല്യൂട്ട് റിലേറ്റീവ് ട്രൂ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 8 to 30 ആണ്. അപ്പോൾ ആ ഇൻ്റർവെൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യില്ല, പകരം നമ്മളത് -1 to 1 ആക്കണം. സോ വി ഹാവ് ദ ഇക്വേഷൻ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണിത്. അതിൽ നമ്മൾ b മൈനസ് എ ഡിവൈഡ് ബൈ 2 ഇൻ്റഗ്രൽ -1 to 1 എഫ് ഓഫ് b മൈനസ് എ ഡിവൈഡ് ബൈ 2x പ്ലസ് b പ്ലസ് എ ഡിവൈഡ് ബൈ 2 dx. അവിടെ ബിൻ്റെ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, 11 ഇൻ്റഗ്രൽ -1 to 1 എഫ് ഓഫ് 11x പ്ലസ് 19 dx. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തതിന് ഇറ്റ് ഇസ് എ 2-point quadrature rule. ഇപ്പോൾ 2-point quadrature rule ആയതുകൊണ്ട് തന്നെ നമ്മൾ c1 x1 c2 x2ൻ്റെ വാല്യൂസ് ഒക്കെ നമുക്ക് ഓൾറെഡി നോൺ ആണ്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് 11x പ്ലസ് 19 dx ആണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ 11 പുറത്തുണ്ട്, ബാക്കിയുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ c1 എഫ് ഓഫ് എ പ്ലസ് c2 എഫ് ഓഫ് ബി വരുന്ന രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് x1ൻ്റെയും x2ൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, x1 x2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് 11058.44 മീറ്റർ. അപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ എഫ് ഓഫ് 12.6ഉം ഇൻഡിവിജ്വലി എഫ് ഓഫ് 25.3ഉം കാൽക്കുലേറ്റ് ചെയ്യണം. അതിവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 12ഉം 25 എന്നുള്ള വാല്യൂസ് നമ്മൾ ഈ തന്നിരിക്കുന്ന മെയിൻ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോർ ടി എന്ന് പറയുന്ന വാല്യൂവിന് നമുക്ക് കിട്ടിയ ടി വാല്യൂസ് എന്താണ്, 12.64ഉം 25.35. ഇവിടെ നിന്ന് x1ൻ്റെ x2ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആണത്. ഓക്കെ, അങ്ങനെ അത് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദാറ്റ് വാല്യൂ. പിന്നെ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ആ കിട്ടിയ ഇക്വേഷൻ മൈനസ് ആക്ച്വൽ ട്രൂ വാല്യൂ, അതായത് ആക്ച്വലി ഇൻ്റഗ്രേഷൻ ചെയ്ത് കിട്ടുമ്പോൾ ഇതാണ് വാല്യൂ. നമ്മൾ ഫോർമുല വെച്ച് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് ഇത്. അപ്പോൾ അത് രണ്ടും മൈനസ് ചെയ്തു, ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എറർ പെർസെൻറ്റേജ്. ഓക്കെ, ഇനി അതുപോലെ 3 പോയിന്റ് പറയുന്നുണ്ട്. സെയിം തന്നെ 3 പോയിന്റ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇൻ്റർവെല്ലിൽ അതേ ഫോർമുല തന്നെ അപ്ലൈ ചെയ്തു, നമുക്ക് സെയിം കിട്ടി. നമുക്ക് c1 x1 c2 x2 c3 x3 എല്ലാം ഓൾറെഡി നോൺ ആണ്. അത്രയും ടേംസ് കാര്യങ്ങൾ എഴുതി. ഇനി നമ്മളിതിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 പോയിന്റ് അല്ലേ, അപ്പോൾ c1 എഫ് c2 എഫ് c3 എഫ് ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെയും നമ്മൾ c1 c2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഈ നോട്ടിൽ കാണിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ. ഓക്കെ, ഇവിടെയും c1 c2 എന്നുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആക്ച്വലി കിട്ടി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലി ആയിട്ട് ഓരോ എഫിൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രൂ എറർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡിൽ വരുന്നത്. വി ഹാവ് ഡിസ്കസ് ദ പ്രോബ്ലം ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ് സം തിയററ്റിക്കൽ പോർഷൻ. Thus we come to the end of this section. Thank you.